ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ലെൻറ്റിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. ഈ പ്രത്യേക കാലയളവിൽ ബിഷപ്പ് മാണി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന സന്ദേശങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പുതുക്കത്തിന് സഹായകമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആയിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വളരെ പരിചിതമായിട്ടുള്ള വാക്യങ്ങൾ. കാനാവിലെ കല്യാണ വിരുന്ന്. നമുക്കറിയാം, ലെൻ പീരീഡ് എന്ന് പറയുന്നത് ആത്മപരിശോധനയുടെ, മാനസാന്തരത്തിന്റെ, ആത്മീയ പുതുക്കലിന്റെ യഥാസ്ഥാനപ്പെടുത്തലിന്റെ കാലമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവിക സാന്നിധ്യം പുതുക്കി അനുഭവിക്കുവാനും പഴയ മനുഷ്യനെ വിട്ട് പുതിയ മനുഷ്യനാവാനും ഈ കാലം നമ്മെ ക്ഷണിക്കുന്നു. ഈ കാലത്ത് ധ്യാനിക്കുവാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നാണ് വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന കാനാവിലെ കല്യാണ വിരുന്നിലെ അത്ഭുതം. ഞാൻ പറയട്ടെ, ഇതൊരു അത്ഭുതം, അല്ലെങ്കിൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയിരിക്കുന്നത് പോലെ ഒരു അടയാളം മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുത്തുന്ന പരിവർത്തനത്തിന്റെ ഒരു പ്രതീകമാണിത്. അതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇവിടെ നാം കാണുന്നത് യേശുവില്ലാത്ത ജീവിതം. അതൊരു ശൂന്യതയുടെ അനുഭവമാണ്. കാനാവിലെ വിവാഹത്തില് വീഞ്ഞു തീർന്നു പോയത് ഒരു ചെറിയ പ്രശ്നം എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അത് അങ്ങനെയല്ല. യഹൂദ വിവാഹത്തില് വീഞ്ഞു തീരുക എന്നത് അതൊരു ടെറിബിൾ ഹ്യൂമിലിയേഷൻ ഫോർ ദ ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം എന്നാണ് വില്യം ബാർക്ലേ തന്റെ ബൈബിൾ കമന്ററിയിൽ പറഞ്ഞിരിക്കുന്നത്. യഹൂദരുടെ വിവാഹങ്ങളില്, വിരുന്നുകളില് വൈൻ ഒരു അത്യാവശ്യ ഘടകമായിരുന്നു. റബിമാർ പറഞ്ഞിരുന്നത് വിതൗട്ട് വൈൻ ദർ ഇസ് നോ ജോയ്. അതായത് യഹൂദരുടെ വിവാഹത്തില് വീഞ്ഞ് സന്തോഷത്തിന്റെ അടയാളം. വീഞ്ഞ് തീരുക എന്നത് സന്തോഷം നഷ്ടപ്പെടുന്ന അവസ്ഥ, ശൂന്യതയുടെ അവസ്ഥ. അവിടെയാണ് യേശുക്രിസ്തു ഇടപെട്ടത്. പ്രിയമുള്ളവരെ, ഇത് നമ്മെ ഓർപ്പിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീഞ്ഞു തീരുവാനുള്ള, അതായത് യേശുവില്ലാതെ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രാർത്ഥനയില്ലാത്ത ജീവിതമാണോ? സമർപ്പണമില്ലാത്ത ജീവിതമാണോ? അത് സ്നേഹമില്ലാത്ത ബന്ധങ്ങളാണോ? ആത്മീയ ചൈതന്യം നഷ്ടപ്പെട്ട അവസ്ഥയാണോ? ഓർക്കുക, യേശുവില്ലാത്ത ജീവിതം സന്തോഷരഹിതമായിരിക്കും. പുറമെ എല്ലാം ഉണ്ടായാലും ഉള്ളിൽ ശൂന്യത. എനിക്ക് അടുത്ത് പരിചയമുള്ള ഒരു സീനിയർ ഡോക്ടർ അമേരിക്കയിൽ ഫാമിലി മെഡിസിനിൽ പ്രാക്ടീസ് ചെയ്യും. എന്നെ ഈയിടെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത്, തൻ്റെ അടുത്തേക്ക് വരുന്ന മിക്ക രോഗികളുടെയും അസുഖം എന്താണെന്ന് ചോദിച്ചാൽ അത് ഡിപ്രഷനാണ്. എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? പണമില്ലാഞ്ഞിട്ടാണോ? സുഖ സൗകര്യങ്ങളില്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. ഒരു ശരാശരി അമേരിക്കൻ സിറ്റിസന്റെ വരുമാനം നമ്മെക്കാളിൽ 15 ഇരട്ടിയാണ്. അപ്പൊ പുറമേ എല്ലാം ഉണ്ട്, എന്നാൽ അകമേ ശൂന്യം, ഡിപ്രഷൻ. എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു എന്ന അവസ്ഥ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞിരിക്കുന്നു. അമേരിക്കയെ പറ്റി രവി സഖറിയാസ് എന്ന US സെറ്റിൽഡ് NRI ഇവാഞ്ചലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, നമ്പർ 1, അമേരിക്ക ലോസ്റ്റ് ഇന്നസെൻസ് ഇൻ ദ 50s. നമ്പർ 2, they lost authority in the 60s. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന അതോറിറ്റി ഓവർ their children. Number 3, America lost love in the 70s. Number 4, they lost faith in the 80s. Number 5, they lost hope in the 90s. പിന്നെ രവി സഖറിയാസ് പറയുന്നു, America lost everything and now they are ruled by emptiness, ശൂന്യത. ഈ ഫെയ്ത്ത്, ഹോപ്പ്, ലവ്, ഇതൊക്കെ ആരാണ് നമ്മുടെ ജീവിതത്തിൽ തരുന്നത്? യേശു ക്രിസ്തു. He can give faith, hope, love and ultimately peace in our lives. എന്നാൽ ആ കർത്താവിനെ അവരങ്ങ് വിട്ടുകളഞ്ഞു. അതാണ് അവരുടെ ഡിപ്രഷന് കാരണം. അത് തന്നെയാണ് പ്രിയമുള്ളവരെ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ഉള്ളിൽ ശൂന്യത, സന്തോഷരഹിതമായ ജീവിതം. പ്രിയമുള്ളവരെ, പ്രോഡിഗൽ സണ്ണിന്റെ ഉപമയിൽ എന്ന് വായിക്കുന്നത് പോലെ he came back to his senses. സുബോധം വന്നു. ആ ഒരു മടങ്ങിപ്പോക്ക് നമ്മളിലും ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ഡിപ്രഷൻ ആണ് നമ്മളെയും കാത്തിരിക്കുന്നത്, അതിന് ഇടവരാതിരിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ